എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കേണ്ടതാ ഇവിടെ പൂക്കളും ഇലകളും ഒക്കെ തറയിൽ വീണിട്ട് ഇനിയിപ്പം മഴ കൂടിക്കഴിഞ്ഞാൽ ഇത് ഒട്ടിയിരിക്കും. അപ്പം പിന്നെ ഇവിടെ അങ്ങ് മുറ്റമടിക്കാമെന്ന് വിചാരിച്ച്. കാരണം പിന്നീടാകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മഴ വന്ന് ഇത് തറയിലൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഈ കാണുമ്പോഴേക്കും നമ്മളങ്ങ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ, എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മഴ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ മുറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല, കാറും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലമേ മുറ്റം അടിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഫുള്ളടിക്കണത് കാർ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ അധികമായിട്ടൊന്നും അഴുക്കുണ്ടാവില്ല. പിന്നെ ഇതാ ഈ ഒരു ചെടി ഉണ്ടായി, ഞാൻ ഇതിനു മുൻപ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, പനിക്കൂർക്ക, അതായത് ഒറിഗാനോ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതല്ല ഒറിഗാനോ എന്ന്. എന്തായാലും ഒറിഗാനോയെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് പറയണേ, ഇതാണോ ഒറിഗാനോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഒറിഗാനോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഈ സൈഡിലും മഴ കുറച്ച് ഇങ്ങനെ കൂടി തുടങ്ങിയിട്ട് അതിന് മുൻപ് ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നിന്ന് കഴിഞ്ഞാൽ ഞാൻ നനഞ്ഞു പോകും. അപ്പം ഞാൻ ഇവിടം കൊണ്ട് മുറ്റോടിയൊക്കെ ഒന്ന് നിർത്തി. ഇവിടെ പിച്ചിയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത് നോക്കിക്കേ, നമ്മളുടെ മഞ്ഞ റോസ പിടിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ചു വരുമ്പം ശരിക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാവൂ. ഞാൻ എപ്പോഴും പറയില്ലേ, ഞാൻ കുറേ എടുത്ത് നഴ്സറിയിലൊക്കെ ചെന്ന് പനിനീർ റോസ നോക്കിയായിരുന്നേ. പക്ഷേ എനിക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ലാന്ന്. നാടൻ പനിനീർ റോസയാണ് ഞാൻ നോക്കിയതേ. അപ്പം നോക്കുമ്പോഴുണ്ട് മഴ കൂടി വരുന്നുണ്ട്. അപ്പം പിന്നെ കയ്യും കാലും ഒക്കെ കഴുകിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് മാറാമെന്ന് കരുതി. കറക്റ്റ് ടൈമിനായിരുന്നു എൻ്റെ മുറ്റമടി കേട്ടാ. അപ്പം ഈ ഒരു സമയമാണ് ഞാനൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളുപ്പാങ്കാലം, അതായത് ഈ ഒരു രാവിലെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫാബിമോൾ എൻ്റെ ചായയായിട്ട് വന്നു. ഇനി കുറച്ച് നേരം നമ്മളിതാ ഇതുപോലെ ഇരുന്ന് വർത്തമാനം പറയും. ഇവിടെ പിന്നെ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നവർ തന്നെയാണ് കേട്ടോ. പിന്നെ കിടന്ന് നമ്മളാരും ഉറങ്ങാറില്ല. പിന്നെ അഥവാ ഉറങ്ങുന്നെങ്കിൽ സൽമാൻ ഉറങ്ങും, കാരണം അവൻ വരുന്നത് തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ്. പിന്നെ രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന ശേഷം, ഇപ്പോൾ ഇവരാരും പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ, തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൻ കിടന്നുറങ്ങും. അല്ലെങ്കിൽ ശരിക്കും അവന് ആ ഉറക്കം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള മരങ്ങളിലും ചെടികളിലും ഒക്കെ ഈ കൊച്ചു കൊച്ചു കിളികൾ വന്നിരുന്നിട്ട് അവരെക്കാളും ഒച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ആ കിളികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒച്ച അതിനുണ്ടോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ പലതരം കിളികൾ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് ആസ്വദിക്കാൻ തന്നെ അടിപൊളിയാണേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം ഇൻഡസ് വാലിയിൽ നിന്ന് എനിക്ക് കുറച്ച് മുൻപ് വന്ന പ്രൊഡക്റ്റാണ്. എൻ്റെ തിരക്കുകൾ കൊണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ എടുക്കുന്നത് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്, നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കാസ്റ്റേൻ്റെ കടായിയാണ് കേട്ടോ, പ്രീ സീസൺഡ് കടായിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് പഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനു മുൻപും ഇതുപോലെയുള്ള പ്രൊഡക്റ്റൊക്കെ ഇൻഡസ് വാലിയുടെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ടോക്സിൻ ഫ്രീ ആണ്, ഭക്ഷണത്തെ അയൺ കൊണ്ട് സമ്പുഷ്ടമാക്കുക എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള കോട്ടിങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലുണ്ടാക്കുന്ന ഫുഡ് വളരെയധികം സുരക്ഷിതമാണ്. അപ്പം അടുത്ത് ഞാൻ ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇത് വന്നിട്ടും അടിപൊളിയായിട്ടാ, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് കവർന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ട, ഇത് വന്ന് പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീല് മൾട്ടി കുക്കറാണ്. ഇതൊരു മൾട്ടി പർപ്പസ് കടായിയും കൂടിയാണ്. അപ്പം അതുപോലെ തന്നെ സ്റ്റീമർ ട്രേയും സ്ട്രെയിനർ ട്രേയും പിന്നെ ടഫ് ആൻഡ് ഗ്ലാസും ഒക്കെയാണ് ഉള്ളത്. അപ്പം ബോട്ടം നല്ല തിക്കാണ്. ഇപ്പം ISO സർട്ടിഫൈഡ് ആണ് കേട്ടോ ഇവരുടെതെല്ലാം. പിന്നെ നോൺ റിയാക്റ്റീവ് നാച്ചുറാണ്, വേഴ്സറ്റൈലാണ്. ഇപ്പം നല്ല ഹെവി ബോട്ട് ആയതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കുകയോ കരിയോ ഒന്നുമില്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ റിപ്പബ്ലിക് സെയിൽ ഓഫറുണ്ട്. 16-ാം തീയതി മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപ്രകാരം 50% വരെ ഓഫറും കൂടാതെ സലു 12 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 12% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, എന്തായാലും നല്ല അടിപൊളി. ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് അപ്പം ഇളകി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് പ്രീ സീസൺഡ് അല്ലേ, നമ്മൾ പഴക്കേണ്ടതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ കിച്ചണിലേക്ക് പോവാണേ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും
എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ലഞ്ചിനുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പം എളുപ്പത്തിലുള്ള ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇവിടെ 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ് കേട്ടോ. എപ്പോഴും എല്ലാവർക്കും വേണ്ടത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറികളാണ് കേട്ടോ. കാരണം ഈ ജോലിക്കൊക്കെ പോകുന്നവരാകുമ്പം അവർക്ക് കറി വെക്കാൻ വേണം, പിന്നെ പിള്ളേരെ പറഞ്ഞു വിടണം, അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം. അപ്പം ഇങ്ങനെ ആസ്വദിച്ച് ജോലികൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പം ഞാൻ 2 തക്കാളിക്കൊപ്പം നമുക്ക് കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി ഒന്ന് പൊളിച്ച് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ജോലി എളുപ്പമാവാൻ ഒരു ട്രിക്കും കൂടിയുണ്ട് കേട്ടോ. ഈ കൊച്ചുള്ളിയൊക്കെ തലേ ദിവസം നിങ്ങൾ പൊളിച്ച് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഹറിബറിയൊന്നും ആവത്തില്ല, പെട്ടെന്ന് ജോലി ഒതുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തേ. പിന്നെ നമുക്ക് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ഇടാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ചതച്ചെടുക്കാനുള്ളതായതുകൊണ്ടാണ്. ഇതുപോലെ ഒന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ മൺചട്ടി എടുക്കുക, അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് പുളി, ഈ കുടംപുളി ഉണ്ടല്ലോ അത് വേണം. പിന്നെ ഈ ചതച്ചത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനേക്കാളും വേഗം ഇനി ഒരു കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല രുചികരമായിട്ട്. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കറിയാണേ. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ, എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു കുറുക്കം കിട്ടും ഇതിന്. അപ്പോൾ നമുക്ക് ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തിള വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇൻഡസ് വാലിയുടെ ആ ഒരു 3 ടയർ കുക്കർ തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ കുറച്ച് വെള്ളം വെച്ചു, ഉപ്പിട്ട ശേഷം നമ്മളുടെ സ്ട്രെയിനർ അകത്തേക്ക് ഇറക്കി വെച്ചു. ഇനി ഞാൻ കപ്പ കഴുകിയത് അരിഞ്ഞെടുത്ത് കഴുകിയിട്ടുണ്ട് കേട്ടോ. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാവുമ്പോഴേക്ക് നമുക്ക് എളുപ്പമുണ്ട് സ്ട്രെയിൻ ചെയ്യാൻ. ആ മുകളിലത്തെ തട്ടങ്ങ് പൊക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 2 വെള്ളത്തിൽ നമ്മൾ കപ്പ വേവിച്ചെടുക്കണേ. കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി കുറച്ച് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതിയേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് ഊറ്റിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കപ്പ എപ്പോഴും നമ്മൾ 2 വെള്ളത്തിൽ തന്നെ തിളപ്പിച്ചെടുക്കണം. അതിലൊരു കട്ടുണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഇതവിടെ ചാറ് ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട് മീൻകറിയുടെ. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന്. അപ്പം തിള വന്ന ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ പിന്നെ ഇവരാരും അങ്ങനെ മീൻ കറിയൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ നിസ്സാരിക്കാൻ മോള് കുഴപ്പമില്ല, അവൾ കഴിച്ചോളും. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള മീനെ ഞാനിത് ഇതിലേക്ക് ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു കൊച്ചു ചട്ടിയിൽ മീൻ കറി വയ്ക്കുന്നത് കേട്ടോ. സൽമാൻ ഇതിൻ്റെ ചാറ് മാത്രമായിരിക്കും എടുക്കുന്നത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ എപ്പോഴും അവൻ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ മീൻ കഷ്ണങ്ങളും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു വണ്ടി വന്ന് നടയിൽ നിൽക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയാണ്. ഞാൻ ഓർഡർ ആക്കിയ വാഷിംഗ് മെഷീൻ എത്തിയതാണ് കേട്ടോ. അപ്പം എൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ പണി മുടക്കി കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും ഉള്ളപ്പോഴേക്ക് എനിക്ക് കംഫർട്ട് വാഷ് ചെയ്യാനായിട്ട് ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഓട്ടോമാറ്റിക് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഇതാവുമ്പോഴേക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുകാമല്ലോ. അങ്ങനെ അതവിടെ കൊണ്ട് വെച്ചപ്പോൾ ഞാൻ സലൂൻ്റെ അടുത്ത് പറഞ്ഞു അതെല്ലാം ഒന്ന് അകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് സലൂ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നു. കാന്താരി മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിനാണ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 കുരുമുളക് മണി ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചു കൊടുക്കാമേ. പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാലും ഈ ഒരു രീതിയിൽ നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ശരിക്കും മീൻ പൊരിക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത് കേട്ടോ.
അപ്പം എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുക്കണം. കാന്താരി മുളക് നിങ്ങൾക്കറിയാലോ നല്ല എരിവുള്ളതാണ്, പക്ഷെ അതിനൊക്കെ ടേസ്റ്റും അതിനുണ്ടെന്നുള്ളതാണ് വാസ്തവം. എപ്പോഴും കാന്താരി മുളക് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ കാന്താരി മുളക് ഞാനിവിടെ വാങ്ങിച്ചു വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഈ മീനിൽ മസാല പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു 2 മിനിറ്റേ ഉള്ളൂവെങ്കിലും ഞാൻ മസാല പിടിക്കാൻ വെളിയിൽ പിന്നെ വെക്കത്തില്ല കേട്ടോ, എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇതിനെ എടുത്ത് ഫ്രൈ ആക്കും. എനിക്കെന്തോ പുറത്തിങ്ങനെ വയ്ക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടാ. അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ മെഷീൻ വന്നപ്പോഴേക്ക് ഞാൻ ഇതിനിടയിൽ എൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാഷൊക്കെ കഴിഞ്ഞു, ഡ്രെയിനറിലിട്ടു. അത്യാവശ്യം നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടെറസിലേക്ക് കൊണ്ടുപോയി വിരിക്കാമെന്ന് കരുതി. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് സെമി ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾക്കൊക്കെ ഓട്ടോമാറ്റിക് ആണോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണോ ഇഷ്ടം? അതുപോലെ തന്നെ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെയുള്ളത് ടോപ്പ് ലോഡാണ് ഓട്ടോമാറ്റിക് മെഷീൻ, ഫ്രണ്ട് ലോഡാണ് ഇത്താ നല്ലത്, അത് നല്ല ഇതാണെന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഫ്രണ്ട് ലോഡാണോ ടോപ്പ് ലോഡാണോ നല്ലതെന്ന് ഒരുപാട് പേരുടെ അഭിപ്രായമൊക്കെ ആരാഞ്ഞിട്ട് അതൊക്കെ വാങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ താഴേക്ക് വരണേ. അപ്പോഴേക്ക് നമ്മളുടെ മീൻകറിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറുകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരം വയ്ക്കാം. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവണത് കേട്ടോ. അപ്പം ഇത് ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റാവും. അപ്പം അതിനനുസരിച്ച് തീരെ അങ്ങ് കുറുക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു മീൻകറി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണേ. അതവിടെ ഇരിക്കട്ടെ. അടുത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പലരും പല രീതിയിലുണ്ടാക്കും, അരപ്പില്ലാതെ ഉണ്ടാക്കും. പിന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി അല്ലി, പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്കിടും. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതും സ്പെഷ്യലാക്കണത് കാന്താരി ഇട്ടിട്ടാണ് കേട്ടോ. കാന്താരി മുളകും മഞ്ഞപ്പൊടിയും ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം 2 വെള്ളം ഞാൻ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞു, 2ാമത്തെ വെള്ളത്തിലാണ് ഇത് എടുത്തത്. അപ്പോൾ ഇത് പൊക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം അങ്ങ് പോയി കിട്ടും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു സവിശേഷത പറയുന്നത്. ഇനി നമുക്ക് ഞാൻ ഈ ബോട്ടം പാനിൽ തന്നെയാണ് ഇത് റെഡിയാക്കണത്. ഇത് മൾട്ടിപർപ്പസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കും അടുക്കി പിടിക്കോ സ്റ്റീൽ പാത്രം എന്നൊക്കെ. പക്ഷേ നമ്മൾ ഈ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളൊന്നും അടുക്കി പിടിക്കൊന്നുമില്ല. കാരണം ഞാൻ എത്രയോ വർഷമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഇവരുടെ ഒരുപാട് പാനുകളും സ്റ്റീൽ സോസ് പാന് എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളതാണ്. അപ്പോൾ മസാല ഇട്ടിട്ട് നമുക്കിതാ ഈ തരിപ്പായിട്ട് അരച്ചത് കേട്ടോ തേങ്ങ ഇട്ടിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ 1-2 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ട അടിപൊളി നമ്മളുടെ മരിച്ചീനിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അവിടെ മരിച്ചീനി പറയും, നിങ്ങളൊക്കെ കപ്പയെന്നാണോ പറയുന്നത്? അപ്പോൾ ഇതാ നമ്മളുടെ മീൻകറിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് 2 നല്ല ഒരു കോമ്പിനേഷൻ അല്ലേ. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടാ, ഇത് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഈ റെഡിയായ മരിച്ചീനി ഞാൻ ഒരു ബൗളിലേക്കൊന്ന് മാറ്റണേ. മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ പാത്രം ഒന്ന് കഴുകി മാറ്റുമ്പോൾ തന്നെ നമ്മളുടെ സിങ്ക് നിറഞ്ഞിരിക്കത്തൊന്നുമില്ല. ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ കഴുകി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സിങ്കിൽ അടുത്ത് ജോലി ചെയ്യാൻ നല്ല ഉഷാറൊക്കെ കിട്ടും. അതല്ല എല്ലാം കൂടി നിറഞ്ഞിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ആകെ ഒരു പിന്നെ അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അപ്പോഴപ്പോഴുള്ളത് ചെയ്ത് മാറണം. അപ്പം ഞാൻ ഈ സമയം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു. നമ്മൾ മസാല പറ്റിയ മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. കഴിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ഞാൻ ഇങ്ങനെ ഫ്രൈ ഒക്കെ ആക്കിയെടുക്കാറുള്ളൂ. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പം നമ്മൾ ജോലി എളുപ്പമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ മീനാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അതിന് കാവലി നിൽക്കേണ്ട ആവശ്യമില്ല. അതല്ല എന്തെങ്കിലും സവാളയോ മറ്റോ വഴറ്റാണെങ്കിലും നമ്മൾ അവിടെ കാവലി നിൽക്കേണ്ട. ആ സമയം നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പ് തുടക്കുകയോ
അല്ലെങ്കിൽ സിങ്കിൽ പാത്രങ്ങൾ ഇറക്കണമെങ്കിൽ കഴുകി മാറ്റുകയൊക്കെ ചെയ്യാം. നമ്മൾ പ്ലാനിങ്ങോടുകൂടി ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ജോലിയൊന്നും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ. പിന്നെ ഈ ചിലർ ഭയങ്കര സ്ലോ കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് സവാളയോ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞ് വെക്കേണ്ടതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. പിറ്റേ ദിവസം വന്ന് നേരെ കുക്കിങ്ങിനായിട്ട് കയറിയാൽ മതിയല്ലോ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാ നമ്മളുടെ മരിച്ചീനിയും മീൻ കറിയും മീൻ പൊരിച്ചതുമാണ് ലഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ചോറ് വെച്ചില്ല കേട്ടോ. അൻസാറിക്കൊക്കെ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പം ഇതാണ് നമ്മളുടെ ലഞ്ച് കേട്ടോ. നല്ല പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടാ. ശരിക്കും ഇതൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. നല്ല ചൂട് കേട്ടാ, കൈ പൊള്ളുന്നുണ്ടേ. ഇപ്പം നല്ല മണവും വരുന്നുണ്ടേ ആ കാന്താരി മുളകിൻ്റെ. വൈകുന്നേരം ആയപ്പോഴേക്ക് ഇവർ പുറത്തേക്ക് പോവുകയാണ് കേട്ടാ, നമ്മളുടെ സനക്കുട്ടിയും ഫാബിമോളും സൽമാനും കൂടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ടാറ്റ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞല്ലേ പാവം. അപ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് ഉടുപ്പിട്ട് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. കാരണം സലു കാർ ഇറക്കിയപ്പം ഇവളുടെ വിചാരം അവൾ ഇനി പോവോ, അവളെ കൊണ്ടുപോകത്തില്ലേ എന്നൊക്കെ ഉള്ള ഇതിൽ ഇതേ ബാഗൊക്കെ എടുത്ത് സ്വന്തമായിട്ട് തന്നെ ബാഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറയുന്നുണ്ട് മോളെ ബാഗൊന്നും വേണ്ട, അതിൻ്റെ അകത്താണെങ്കിൽ ഇവളുടെ സാധനം എല്ലാം അവൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിസാറിക്ക് അടുത്ത് വന്നിട്ട് ഷൂസ് ഇട്ട് കൊടുക്കാനാണ് പറയണത് കേട്ടോ. അപ്പം നിസാറിക്ക് അവൾക്ക് ഷൂസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് അവൾ പറയുന്ന ആൾ തന്നെ ഇട്ട് കൊടുക്കണം. ഇപ്പം നിസാറിക്ക് അടുത്ത് വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പാനെ ഇട്ടാൽ മാത്രമേ അവൾ നിന്ന് കൊടുക്കത്തുള്ളൂ. ഞാൻ നോക്കുന്നുണ്ടേ സലു പോകുന്ന അവിടെ നിൽക്കുന്നോന്നൊക്കെ. സനക്കുട്ടി ടാറ്റാ ടാറ്റാ. അവര് പോയി കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നു. നമ്മളുടെ കാസ്റ്റ് അയൺ കടായിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം അതിൽ നന്നായി തേച്ച് കഴുകിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പെരിഞ്ചീരകവും സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാണ്. ഇത് പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഇതിൽ അപ്പം ഉണ്ടാക്കിയാലും നന്നായിരിക്കും കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിംഗ് നടക്കുകയും ചെയ്യും. അടിക്ക് പിടിക്കത്തുമില്ല, കരിയത്തുമില്ല, ഒന്നും ചെയ്യത്തില്ലേ. ആ ഫ്ലെയിം അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടിക്ക് പിടിക്കൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പാത്രം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ള മനസ്സിലാക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്കാണെങ്കിൽ ഇച്ചിരി കളറൊക്കെ വേണം, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തത്. പിന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചെമ്മീൻ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ചെമ്മീൻ 5 മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ. ചിലർ വേവിച്ച് അതിനങ്ങ് റബ്ബർ പോലെ ആക്കും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് മൂടി ഇളക്കി ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ചെമ്മീൻ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചെമ്മീൻ മസാല റെഡിയായെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുക്കണം കേട്ടോ. ഞാൻ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് തണുക്കാനായിട്ട് ഞാനൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുവേ, ഏത് പൊടിയാണ്, ഏത് കമ്പനിയാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ പൊടിയൊക്കെ ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും 3-4 ചുവന്നുള്ളിയും പെരിഞ്ജീരകമില്ലേ, വലിയ ജീരകം 1 ടീസ്പൂണും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്തത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
എന്നിട്ട് ഇനിയിപ്പം ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ പാത്രം കഴുകുന്ന കാര്യത്തിലാണ് എനിക്ക് കുറച്ച് മടിയൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴെപ്പോഴുള്ളത് നമ്മൾ അപ്പോഴെപ്പോഴും ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാവും. പിന്നെ നമുക്ക് അടുത്ത് ജോലി ചെയ്യാൻ ഒരു ഉഷാർ കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ എന്താ പാത്രം മാറ്റിയിട്ട് ഇതിലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കണം. ഒരുപാട് മാവൊന്നും ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വെച്ച് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. വലിയ താലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ആ താലം കഴുകാനായിട്ട് നിൽക്കണ്ടേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം സാഹചര്യത്തിനനുസരിച്ച് ഓരോ പാത്രങ്ങൾ എടുക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരേ പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന അവസരമുണ്ട് മടി വരുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഴയില വേണം കേട്ടോ. വാഴയിലയിൽ നമുക്ക് ഈ മാവ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ കൈവെള്ളം കൊണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. മാവ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൈ പൊള്ളേ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ എനിക്കിങ്ങനെ പരത്തുമ്പോഴേക്കും ഒരു ഷേപ്പ് വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഒരു കട്ടർ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കണത് കേട്ടോ. ഇതുപോലെ എടുക്കും. അപ്പം കാണാനും നല്ല ഭംഗിയല്ലേ. അല്ലാതെ ഇങ്ങനെ ഈ വിളിമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തോന്നോ പോലെ തോന്നും കേട്ടോ. ചിലർ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരത്തുന്ന ആൾക്കാരും ഉണ്ട്. എനിക്കെന്തായാലും ഈ ഒരു കാര്യത്തിൽ അത്ര പെർഫെക്ഷൻ കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇതുപോലെ ചെയ്യണം. ചില ചപ്പാത്തിക്ക് കിട്ടും കേട്ടോ. ചപ്പാത്തിക്ക് എനിക്ക് കറക്റ്റ് റൗണ്ട് കിട്ടും. പക്ഷേ ഇതുപോലെ പത്തിരിക്ക് പരത്തുമ്പം എനിക്ക് അങ്ങനെ കറക്റ്റ് റൗണ്ട് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ നമ്മൾ കിട്ടുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പറയണം കേട്ടോ, ആർക്കൊക്കെ റൗണ്ട് കിട്ടുന്നെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് വീണ്ടും അടുത്ത പത്തിരിക്കും കൂടി ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കട്ടർ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരേ സൈസിൽ ഒരേ അളവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾക്ക് ഈ മസാല ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഈ മസാല നമുക്ക് ഇതിനകത്തേക്ക് നല്ലതുപോലെ ഫില്ല് ചെയ്ത് വെക്കണം. അതിലൊന്നും പിശുക്ക് കാണിക്കരുത് കേട്ടോ. കഴിക്കുന്നവർ റാഹത്തായിട്ടൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിക്കണം. എനിക്കിങ്ങനെയാണ് കേട്ടോ. ചില ഈ പറഞ്ഞ മാതിരി ഫില്ലിംഗ് ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ നല്ലതുപോലെ ഫില്ലിങ് വയ്ക്കും കേട്ടോ. ഞാൻ അങ്ങനെ നമ്മൾ അതിലൊന്നും പിശുക്കൊന്നും കാണിക്കരുത്. കഴിക്കുന്നവർക്ക് വയറ് നിറയണം. അത് തന്നെയല്ലേ ഒരു റാഹത്തെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് ഒക്കെ നല്ലതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, എളുപ്പമാണ്. ഇപ്പം മറ്റേ നമ്മളുടെ അടുത്ത പത്തിരി കൊണ്ട് ഇത് കവർ ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. ഞാനിത് എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതുപോലെയുള്ള ചില സമയങ്ങളിൽ നല്ല ചെമ്മീനും ഒക്കെ കിട്ടുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അയല മീനുണ്ടല്ലോ, അത് വേവിച്ചിട്ട് ഇതുപോലെ മസാല തയ്യാറാക്കാം. പിന്നെ നെയ്മീനിൽ ഉണ്ടാക്കാം. നമുക്ക് ഏത് മീനാണോ ഇഷ്ടം, മുള്ളില്ലാത്തതായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കണ്ടോ മാവ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണതേ. ഇനി ഒരു ഭംഗിയൊക്കെ വേണ്ടേ എടുക്കാൻ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിളിമ്പ് ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാഴ്ചക്കൊക്കെ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നല്ല എളുപ്പമല്ലേ ഇതുണ്ടാക്കിയെടുക്കുക. നമ്മുടെ കയ്യിൽ മസാലക്കൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീഫ് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഫില്ലിങ് റെഡിയാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. ഇനി നമുക്കിത് ആവി ഏറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഇൻഡസ് വാലിയുടെ ആവി ഏറ്റുന്ന ആ ഒരു സ്റ്റീമറാണ് ഞാൻ വെച്ചത്. സ്റ്റീമറിലേക്കാണ് ഇത് വെച്ച ശേഷം മൂടി നമുക്കൊരു 10 മിനിറ്റ് ഞാൻ ആവിയേറ്റും. കാരണം അത്യാവശ്യം വലിപ്പമുള്ളതല്ലേ. ചെറുതാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതിപ്പം തണുക്കാനായിട്ട് മാറ്റി വെച്ചു. തണുത്തിട്ടാണ് ഞാൻ ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്, ആവി പറക്കുന്നുണ്ട്. അപ്പം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു കത്തി കൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അട തന്നെയാണേ. കാരണം വലിപ്പത്തിലല്ലേ ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും 4ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഫില്ലിങ് എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഫില്ലിങ് വച്ചിട്ടും ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളുടെ ചെമ്മീനട റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. താങ്ക് യു ഷാനക്കുട്ടി, ഉമ്മക്കുണ്ടെന്നാണോ? താങ്ക് യു. വാവ കഴിച്ചോ? കുഞ്ഞാവ കഴിച്ചോ?
ആണോ? മോളെ എവിടെ പോയിരുന്നേ? ആ, ഉമ്മാക്ക് ഇത് കൊണ്ടുവന്നാ. മാവ എവിടെ പോയിരുന്നു? മോള് എവിടെ പോയിരുന്നടാ? ആ കഴിക്കാം.